ഞാൻ ഷുക്കൂർ തരുവണ. എസ് വിഷൻ ബ്ലോഗിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. കാൽപന്തുത്സവത്തിന്റെ മഹാമാമാകത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അമേരിക്കയിലെ ന്യൂയോർക്കിനടുത്തുള്ള ന്യൂ ജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കൻ സമയം 3 മണിക്ക് 82,500-ൽ പരം കാണികളെ കളി കാണാൻ ഇരുത്താൻ സൗകര്യമുള്ള വിപുലമായ, മനോഹരമായ, സുന്ദരമായ മെഗാ ഫൈനൽ മത്സരത്തിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനയും യുവതാരം യാമിൻ യമാൽ നേതൃത്വം കൊടുക്കുന്ന സ്പെയിനിന്റെ ടീമും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ സ്പെയിനാണ് കളിയിൽ കപ്പ് നേടാനുള്ള സാധ്യത എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം 2026-ലെ കളി മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുകയും അതിൻ്റെ ഒരു പന്തടക്കവും കളിയുടെ സൗന്ദര്യവും വിലയിരുത്തുമ്പോൾ കൂടുതൽ ഗോൾ വഴങ്ങാതെ ഗോളുകൾ അടിച്ചുകൊണ്ട് കളിയിൽ സ്പെയിൻ വിജയിച്ചിട്ടുണ്ട്. മാത്രമല്ല, അതിലെ യുവതാരങ്ങളൊക്കെയും വളരെ മനോഹരമായി അവരുടെ ടിക്കി ടാക്ക ശൈലിയിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ അർജന്റീനയേക്കാൾ കപ്പ് നേടാനുള്ള സാധ്യത സ്പെയിനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. 2 തരത്തിലുള്ള കളി ശൈലിക്കാണ് ഈ വേൾഡ് കപ്പിലെ ഈ മെഗാ ഫൈനൽ പോരാട്ടം സാക്ഷ്യം വഹിക്കുന്നത്. വ്യാഖ്യാതമായ ടിക്കി ടാക്ക ശൈലിയും അർജന്റീനയുടെ വ്യാഖ്യാതമായ ലാ നുവസ്ട്ര എന്ന് പറയുന്ന 2 കളി ശൈലികൾ തമ്മിലുള്ള വലിയ ഒരു പോരാട്ടമാണ്, വലിയ ഒരു മത്സരമാണ് 2026 ജൂലൈ 19-ാം തീയതി ഞായറാഴ്ച അമേരിക്കൻ സമയം 3 മണിക്ക് ന്യൂ ജേഴ്സിയിലെ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നത്. 38 ദിവസം ഇവിടെയുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലും മറ്റു ലോകത്തുമുള്ള കളി പ്രേമികളൊക്കെ കളി ആസ്വദിക്കുകയും ആ കളിയുടെ ചർച്ചകളിലും പീഡികക്കോനായിൽ പോലും അല്ലെങ്കിൽ കടമുറികളിൽ പോലും ഇതിന്റെ ആരവങ്ങളിലുമായിരുന്നു. ആ ആരവങ്ങൾക്കൊക്കെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഈ മെഗാ ഫൈനൽ നടക്കുന്നത്. എന്താണ് ലാ നുവസ്ട്ര എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അർജന്റീനയുടെ തനതായ ഒരു കളി ശൈലിയാണ് ലാ നുവസ്ട്ര. പന്ത് കാലിൽ വെച്ചുകൊണ്ട് തന്നെ മനോഹരമായ ഡ്രിബിളിലൂടെ പരസ്പരമുള്ള പാസുകൾ നൽകിക്കൊണ്ട് എതിരാളിയെ കവളിപ്പിക്കുന്ന കളിരീതിയാണ് ലാ നുവസ്ട്ര. ലാ നുവസ്ട്രയുടെ ഭാഗമായുള്ള മറ്റൊരു കളിരീതിയാണ് ഗറച്ചെ. ഫിസിക്കൽ ടാക്ലിങ്ങുകളും അതോടൊപ്പം തന്നെ പരാജയപ്പെടാൻ തയ്യാറല്ല എന്ന മനോവീര്യവും ചേർന്നുകൊണ്ട് കളിയെ ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതിക്കാണ് ഈ അർജന്റീനൻ ഭാഷയിൽ ഗറച്ചെ എന്ന് പറയുന്നത്. പ്രതിരോധത്തിൽ നിന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആക്രമണത്തിലേക്ക് തിരിയുന്ന കളിശൈലിയാണ് ക്വിക്ക് ട്രാൻസിഷൻ. ഇങ്ങനെയുള്ള ഒരു കളിശൈലിയുമായി അർജന്റീന സ്പെയിനിനെ നേരിടുമ്പോൾ സ്പെയിൻ അതിൻ്റെ പരമ്പരാഗത കളിരീതിയായ വ്യാഖ്യാതമായ ടിക്കി ടാക്ക എന്ന് പറയുന്ന കളിശൈലിയെയാണ് അവലംബിക്കുന്നത്. ടിക്കി ടാക്ക കളിശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻബോൾ ശൈലിയിൽ പന്ത് അതിവേഗം പല ദിശകളിൽ തെറിച്ചു പോകുന്നത് പോലെ മൈതാനത്ത് കളിക്കാർക്കിടയിലൂടെ പന്ത് അതിവേഗത്തിലും കൃത്യതയോടും കൂടി നിരന്തരം കൈമാറുന്ന ഒരു ശൈലിയാണ് ടിക്കി ടാക്ക. അവരുടെ നിരന്തര ചലനം എന്ന് പറയുന്നതാണ് മറ്റൊരു കളിയുടെ പ്രത്യേകത. പന്ത് കൈവശമുള്ള കളിക്കാർക്ക് പുറമെ പന്ത് കൈവശമില്ലാത്ത കളിക്കാരും നിരന്തരമായി മൈതാനത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു പ്രതിഭാസമാണ് നിരന്തര ചലനം എന്ന് പറയുന്നത്. ഇങ്ങനെ ടിക്കി ടാക്കയും നിരന്തര ചലനത്തിലും കൂടെ വളരെ മനോഹരമായ ഫുട്ബോൾ
കാണികൾക്ക് സമ്മാനിച്ചുകൊണ്ട് അതിന്റെ വേഗതയും അതിന്റെ സൗന്ദര്യവും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് സ്പെയിനും അർജന്റീന അതിന്റെ കളിയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു മെഗാ ഫൈനലിന് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുന്ന ടീമാണ് ലയണൽ മെസ്സിയുടെ ടീം. അവസാനത്തെ 10 മിനിറ്റുകൾ കൊണ്ട് 3 ഗോളുകളൊക്കെ തിരിച്ചടിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ആക്രമോത്സുക ഫുട്ബോൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ടീമാണ് അർജന്റീന. എങ്കിലും ഈ വേൾഡ് കപ്പിലെ മൊത്തം കളിയെ വിലയിരുത്തുമ്പോൾ വ്യക്തിപരമായി ഒരു പണത്തൂക്കം മുന്നിൽ എന്റെ അഭിപ്രായത്തിൽ അർജന്റീനയേക്കാൾ സ്പെയിനിനാണ് ഫൈനലിൽ വിജയിക്കാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്.